ബി അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായുള്ള നിയമനത്തിന് സ്റ്റേ. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ സ്റ്റേ വന്ന സാഹചര്യത്തിൽ ബി അശോക് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തന്നെ തുടരും. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയാണ്? അമ്പിളി, അത് സർക്കാരിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാണ്. കാരണം കേസുമായി ബി അശോക് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ടിങ്കു ബിസ്വാൾ IAS ഇന്നലെ തിടുക്കത്തിലായിരുന്നു, വളരെ വേഗത്തിലായിരുന്നു കൃഷിവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഉത്തരവിറക്കി പദവിയിലെ ചുമതല നൽകുകയുമൊക്കെ ചെയ്തത്. ആ ഉത്തരവ് പോലെ ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിയിലൂടെ ഇപ്പോൾ അതും റദ്ദായിരിക്കുകയാണ്. അതായത് ബി അശോകിനെ IAS കേഡറിന് പുറത്തേക്ക് അദ്ദേഹത്തിന് നിയമനം നൽകിയത് മന്ത്രിസഭാ യോഗം എടുത്തൊരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തദ്ദേശ വകുപ്പുകളെ ഏകോപിപ്പിക്കാനായി സ്വയംഭരണ ഭരണ പരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അതിന്റെ തലപ്പത്തേക്ക് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, സുപ്രധാന പദവിയിൽ സെക്രട്ടറിയേറ്റിൽ ജോലി ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ആ ചുമതലയിലേക്ക് മാറ്റുമ്പോൾ സുപ്രീം കോടതി പറയുന്ന ചില ചട്ടങ്ങളുണ്ട്. അതായത് ഡെപ്യൂട്ടേഷൻ, IAS ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ സംബന്ധിച്ച ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് എന്നാണ് ബി അശോക് ചൂണ്ടിക്കാട്ടിയത്. IAS കേഡറിന് പുറത്തേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേഡർ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കൃത്യമായി സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് പാലിക്കാതെ നൽകിയ നിയമനമാണെന്നും ഇത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ ബി അശോക് സമീപിച്ചത്. ഈ രീതിയിൽ കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ടിങ്കു ബിസ്വാൾ തന്നെ ഈ കൃഷി വകുപ്പിന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല നൽകുകയും ഒക്കെ ചെയ്തത്. ഇത് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കൃത്യമായി തന്നെ ബി അശോക് വാദിക്കുകയും തന്റെ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളും അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചട്ടങ്ങളൊന്നും തന്നെ പാലിച്ചില്ല എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്തു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോൾ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു കമ്മീഷനെ രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിന്റെ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും പാലിച്ചില്ല എന്നും ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ സർക്കാരിന് വേണ്ടി വാദിച്ച അഭിഭാഷകനാകട്ടെ അതുവരെ IAS ബി അശോക് അതേ ശമ്പളത്തിലും അതേ പദവി അതേ ശമ്പളത്തിൽ തന്നെ അദ്ദേഹം തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥന് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ശമ്പളം എത്ര നാൾ കൊടുക്കാനാകും? പ്രത്യേകിച്ച് കേഡർ പദവിയിരിക്കുന്ന IAS ഉദ്യോഗസ്ഥന് ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ശമ്പളം വാങ്ങുന്നത് എത്രത്തോളം പ്രായോഗികമാണ്, ശരിയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ട്രിബ്യൂണൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് തൽക്കാലം സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. കാരണം N പ്രശാന്ത് IAS എല്ലാ രീതിയിലും ഇത് ബി അശോകിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് IAS അസോസിയേഷനിന്റെ ചില വാർത്തകൾ, ആ രീതിയിൽ ചില പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് ബി അശോകിനെ IAS കേഡറിന് പുറത്തേക്ക്, സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് മാറ്റിയത്. തിടുക്കത്തിൽ ഒരു നിയമന ഉത്തരവിലൂടെ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിയെന്നും ചില അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ പ്രചരിച്ചിരുന്നു. ചില സർക്കാരിന്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന, നയപരമായ നടപടികളെ IAS മീറ്റിങ്ങുകളിലൊക്കെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയും അവർക്ക് നേരെ പ്രതികാര നടപടി മറുവിഭാഗം, അതായത് സർക്കാരിന്റെ തീരുമാനങ്ങളെ ഒപ്പം നിൽക്കുകയും അതിന് ഒരു അനുസരണയോടുകൂടി നിൽക്കുകയും അച്ചടക്കത്തോടുകൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥരുണ്ട്. അവർ ചേർന്നാണ് ഈ രീതിയിൽ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്ന രീതിയിലും ചില ആരോപണങ്ങൾ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉയരുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ബി അശോകന് N പ്രശാന്തിനുമെതിരെയുള്ള നടപടികൾ എന്ന രീതിയിലും ചില പ്രചാരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത് നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വിവാദം സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുപോലും പ്രഗത്ഭനും കഴിവുള്ള ഉദ്യോഗസ്ഥരെ മറ്റു പദവികളിലേക്ക് മാറ്റും, അതിനെ അങ്ങനെ കണ്ടാൽ മതി, മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ട്രിബ്യൂണലിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കഴിവുള്ള പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ജോലിയൊന്നുമില്ലാതെ ശമ്പളം നൽകുന്നത് പ്രായോഗികമാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ഉത്തരവ് വാങ്ങി വീണ്ടും അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ N പ്രശാന്ത് IAS പിന്തുണച്ചതുകൊണ്ടാണ് സർക്കാർ ഒരു ധാരണയുമില്ലാതെ ഈ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ബി അശോകിനെ നിയമിക്കുന്നത്. നമുക്കറിയാം IAS തലപ്പത്ത് ചേരിപ്പോര് രൂക്ഷമാണ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് വരുമ്പോൾ ഈ IAS തലപ്പത്തെ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകുമോ? ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് എത്താൻ കഴിയുകയില്ല അമ്പിളി. കാരണം ഉന്നത IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേരിപ്പോര്, പ്രത്യേകിച്ച് ഈ N പ്രശാന്ത് IAS നടപടിയിലൂടെയാണ് അത് വലിയ രീതിയിൽ പുറത്തു വന്നത്. നമുക്കറിയാം, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ജയാ തിലകനെതിരെ പരസ്യമായി
അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളുടെ രംഗത്ത് വന്നു. അതിന് പോലും അദ്ദേഹത്തിന് പറയാൻ ന്യായീകരണങ്ങളുണ്ട്. താൻ കാണിച്ചത് അച്ചടക്ക ലംഘനമാണ് എന്ന രീതിയിൽ സർക്കാർ വാദിക്കുമ്പോഴും തനിക്ക് പറയാനുള്ളത് പലപ്പോഴും സർവീസിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മേലധികാരികളെ ആ നിയമപരമായ അല്ലെങ്കിൽ ആ എത്രയോ വട്ടം ഈ പരാതികൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ഇപ്പോഴും മേലുദ്യോഗസ്ഥരുടെ പീഡനം സഹിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ കഴിയുന്നു, നിശബ്ദരായി കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ IAS യോഗങ്ങളിലോ ഏതെങ്കിലും തീരുമാനങ്ങളെ എതിർക്കുകയോ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുവെന്ന് എൻ പ്രശാന്ത് അടക്കമുള്ള IAS ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഈ B അശോക് നമുക്കറിയാം KCBയുടെ ചെയർമാനായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും വ്യക്തമായ നിലപാടുള്ള IAS ഉദ്യോഗസ്ഥനായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഭയങ്കര പ്രശംസനീയമായിരുന്നു. അത്തരത്തിൽ നടപടികളെ ചോദ്യം ചെയ്യുകയും നിലപാട് ഉയർത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ തരംതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നൊരു പ്രചാരണവും ഒരു വിവാദവും ഒക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ B അശോകനെതിരായ നടപടിയും ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്റ്റേ ഉത്തരവ് വന്നത് സർക്കാരിന് തിരിച്ചടി തന്നെയാണ്. ഇനി സർക്കാർ എന്ത് നല്ല നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആമ്പിളി. ശരി, B അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായുള്ള നിയമനത്തിനാണ് സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ.